ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം തൃപ്പൂണിത്തുറയാണ്. കെ ബാബു ദീർഘകാലം MLA ആയിരുന്ന കെ ബാബുവിന്റെ സ്വന്തമായിരുന്ന മണ്ഡലം. എം സ്വരാജ് വന്ന് പിടിച്ചെടുത്ത മണ്ഡലം. അത് തൃപ്പൂണിത്തുറയിലെ മുൻ ചിത്രങ്ങൾ കൂടി നോക്കേണ്ടതുണ്ട്. 2011 തൃപ്പൂണിത്തുറയിൽ UDF 69,856 വോട്ടുകളോടെ 15,778 ഭൂരിപക്ഷത്തിൽ കെ ബാബു വിജയിക്കുന്നു. 2016 എത്തുമ്പോൾ 4,467 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ എം സ്വരാജ് വന്ന CPM യുവ നേതാവ് എം സ്വരാജ് കെ ബാബു എന്ന കോൺഗ്രസിന്റെ ഒരിക്കലും പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞ അധികായനെ പരാജയപ്പെടുത്തി തൃപ്പൂണിത്തുറ സീറ്റ് പിടിച്ചെടുക്കുന്നു. അവിടെ ഒരു പ്രത്യേകതയുണ്ട്. 29,843 വോട്ട് അന്ന് തുറവൂർ വിശ്വംഭരൻ എന്ന നേതാവ് 29,843 വോട്ട് നേടുന്നു. 4,942 വോട്ട് മാത്രം നേടിയിരുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് 29,000 വോട്ടിലേക്ക് വോട്ട് തുറവൂർ വിശ്വംഭരന്റെ വ്യക്തിപരമായ സ്വാധീനം അടക്കം ഉപയോഗിച്ചുകൊണ്ട് ആ വോട്ട് വർദ്ധിക്കുന്നു. ആ വോട്ട് വർധനയാണ് യഥാർത്ഥത്തിൽ അന്ന് കെ ബാബുവിനെ വീഴ്ത്തിയത്. രണ്ടാം തവണ KS രാധാകൃഷ്ണൻ മത്സരിക്കുമ്പോൾ 2021 കെ ബാബു വീണ്ടും തൃപ്പൂണിത്തുറയിൽ എം സ്വരാജിനെ തന്നെ പരാജയപ്പെടുത്തിക്കൊണ്ട് മണ്ഡലം തിരിച്ചുപിടിക്കുന്നു. അത് 992 വോട്ടിന് മാത്രമായിരുന്നു ആ വിജയം. പക്ഷേ അപ്പോഴും ഈ 29,000 വന്നത് 23,000 കുറയ്ക്കാൻ കെ ബാബുവിന് കഴിഞ്ഞു. അവിടെ ഒരു വലിയ കുതിച്ചാട്ടം, യഥാർത്ഥത്തിൽ NDA സംബന്ധിച്ച് അങ്ങനെ ഒരു കുതിച്ചാട്ടം അവിടെ ഉണ്ടാക്കിയ ഒരു മണ്ഡലം കൂടിയാണ് തൃപ്പൂണിത്തുറ. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണയും തൃപ്പൂണിത്തുറയിൽ അങ്ങനെ ഒരു മത്സരം NDAയും പ്രതീക്ഷിക്കുന്നുണ്ട്. തൃപ്പൂണിത്തുറയിൽ ഇപ്പോൾ ഒരു രണ്ട് കൂട്ടരും ഒരുപോലെ സാധ്യത കാണുന്ന തൃപ്പൂണിത്തുറയിൽ എങ്ങനെയാണ് രാഷ്ട്രീയ അവസ്ഥ? കിരൺ, അതിൽ തൃപ്പൂണിത്തുറയെക്കുറിച്ച് ഒരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. തൃപ്പൂണിത്തുറ നഗരസഭ ജില്ലയിലെ ഏക ഒരു നഗരസഭ BJP പിടിച്ച, അല്ലെങ്കിൽ സംസ്ഥാനത്തെ എണ്ണപ്പെട്ട നഗരസഭകൾ പിടിച്ചാൽ ഒരെണ്ണം എന്ന് പറയുന്നത് തൃപ്പൂണിത്തുറയാണ്. പക്ഷേ ആ തൃപ്പൂണിത്തുറ നഗരസഭയിൽ BJP ആ സീറ്റ് നൽകിയിരിക്കുന്നത് 2020 എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. വലിയ രീതിയിലൊരു ആശയക്കുഴപ്പം BJP അണികൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ അത് പറഞ്ഞു തീർത്താണ് പിന്നീട് മത്സരത്തിലേക്ക് വരുന്നത്. വലിയ രീതിയിൽ ത്രികോണ മത്സരം നടന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരിടം കൂടിയാണ്. പക്ഷേ അവിടെ കുറച്ചുകൂടി ഒരു എഡ്ജിലേക്ക് വൈപ്പിൽ നിന്ന് വന്ന വൈപ്പിൻ സിറ്റിംഗ് MLA ആയിരുന്ന കെ ഉണ്ണികൃഷ്ണനെ നേടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന പൊതുവിലയിരുത്തലുണ്ട്. അത് UDFന്റെ ഒരു സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കാൻ തങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് തൃപ്പൂണിത്തുറയാകുമെന്ന് തന്നെയാണ് ഇടതുമുന്നണി കണക്ക് കൂട്ടുന്നത്. കാരണം ഒരു സ്ഥാനാർത്ഥിയുടെ ഒരു മികവും സംഘടനാ പാഠവും അതോടൊപ്പം തന്നെ പാർട്ടിയുടെ ഒരു കെട്ടുറപ്പും എല്ലാം തന്നെയും കൂടുതൽ വോട്ടുകൾ തങ്ങളിലേക്ക് വരാൻ സാധിച്ചിട്ടുണ്ട്. അവിടെ BJP NDAയുടെ ഭാഗത്തു നിന്ന് മത്സരം മുറുകുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഗുണവശം ഉണ്ടാകുന്നത് ഇടതുമുന്നണിക്ക് തന്നെയായിരിക്കുമെന്ന് കരുതപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ഇപ്പോൾ UDFന്റെ സ്ഥാനാർത്ഥിയായ കൊച്ചിയുടെ ഡെപ്യൂട്ടി മേയറായ ദീപക് ജോയിയെ പരാജയപ്പെടുത്താനായിട്ട് കഴിയുമെന്ന് തന്നെയാണ് ഇടതുമുന്നണി കണക്ക് കൂട്ടുന്നത്. ഈ അവിടെ ചോദിക്കുമ്പോൾ ഈ സാധാരണഗതിയിൽ തൃപ്പൂണിത്തുറയെ സംബന്ധിച്ചിടത്തോളം ഒരു ജാതി സമവാക്യമൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലം കൂടിയാണ്. അങ്ങനെയൊക്കെ മണ്ഡലം പരിഗണിക്കുന്ന മണ്ഡലം കൂടിയാണ്. M ലിജുവിനെ പോലെ ഒരു സ്ഥാനാർത്ഥി ആദ്യം പരിഗണിക്കുകയും പിന്നീട് VD സതീശൻ അവിടെ നിന്ന് അതല്ല ദീപക് ജോയി തന്നെ മത്സരിക്കണമെന്നുള്ള നിലപാട് സ്വീകരിക്കുകയും ഒക്കെ ചെയ്ത് വലിയ തർക്കം കോൺഗ്രസിൽ ഉണ്ടായതാണ്. അത്തരം ഒരു ജാതി സമവാക്യം ഈ മണ്ഡലത്തിലെ വോട്ടിനെ മുൻകാലങ്ങളിലൊക്കെ അത് ബാധിച്ചിട്ടുണ്ട്. അത് ഈ വർഷവും ബാധിക്കാൻ സാധ്യതയുണ്ട്. CPM അത് കണ്ടാണല്ലോ ഉണ്ണികൃഷ്ണനെ അങ്ങോട്ട് കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്നത്. തീർച്ചയായും ആ ഒരു പ്ലേസ്മെൻറ്റ് അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ആ രീതിയിലേക്ക് മുന്നോട്ട് പോവുകയും ചെയ്തത്. പ്രത്യേകിച്ച് ഈ രീതിയിലേക്ക് ലിജുവിന് അവിടേക്ക് M ലിജുവിൻ്റെ പേര് വളരെ സജീവമായി പരിഗണിച്ചിരുന്ന ഇടമാണ്. പക്ഷേ കോൺഗ്രസിനകത്തുണ്ടായ ചില തർക്കങ്ങൾ, ചില കാര്യങ്ങൾ, അതുകൊണ്ട് ലിജുവിൻ്റെ പേര് അവസാന നിമിഷത്തിലേക്ക് വെട്ടുന്നു. പിന്നീട് കെ ബാബു നിർദ്ദേശിക്കപ്പെടുകയോ അല്ലെങ്കിൽ കെ ബാബുവിനെ നിർബന്ധിതമായി നിർദ്ദേശിക്കാൻ നിയോഗിക്കപ്പെട്ടതായ ഒരു പേരായിരുന്നു ദീപക് ജോയിയുടെ ഒരു പേര്. ദീപക് ജോയി കഴിഞ്ഞ തവണ വൈപ്പിൽ മത്സരിച്ചെങ്കിലും ദയനീയമായി പരാജയപ്പെട്ട ദീപക് ജോയിയാണ് വീണ്ടും ഇവിടെ തൃപ്പൂണിത്തുറയിലേക്ക് നിയോഗിക്കപ്പെട്ടത്. അത് തന്നെ പലരും തന്നെ കോൺഗ്രസിനകത്ത് ചൂണ്ടിക്കാണിക്കപ്പെടുകയും ചെയ്തതാണ്. ഏതായാലും ദീപക് ജോയ് അവിടേക്ക് സ്ഥാനാർത്ഥിയായിട്ട് വരുന്നുണ്ട്. ചില ജാതി സമവാക്യങ്ങൾ കൂടി ചേർത്തുകൊണ്ടാണ് ദീപക് ജോയെ പരിഗണിക്കപ്പെടുകയും ചെയ്യുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് മുന്നോട്ട് പോകാനായിട്ട് ഇടതുമുന്നണിക്ക് കഴിയുമെന്ന് തന്നെയാണ്. ഈ ഒരു ആശയക്കുഴപ്പവും കാര്യങ്ങളുമെല്ലാം മുതലെടുക്കാൻ കഴിയുമെങ്കിൽ തങ്ങളുടെ വോട്ട് ഒരു കൃത്യമായ അക്കൗണ്ടിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ തൃപ്പൂണിത്തുറയിൽ ഒരു അട്ടിമറി വിജയം, അതായത് സീറ്റ് പഴയതുപോലെ തങ്ങളുടെ ഒരു അപ്രമാദിത്വം ഉണ്ടായിരുന്ന ഒരു കാലത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ കെ ഉണ്ണികൃഷ്ണൻ കഴിയുമെന്ന് തന്നെയാണ് ഇടതുമുന്നണി കണക്ക് കൂട്ടുന്നത്. കിരൺ, ശരി. അപ്പോൾ നമുക്ക് ഈ എറണാകുളം ജില്ലയെ സംബന്ധിച്ച് ചിലയിടത്തെങ്കിലും ത്രികോണ മത്സരങ്ങൾ നടക്കുന്ന ഒരു മണ്ഡലമാണ്. പ്രത്യേകിച്ച് 2020 പോലെ എറണാകുളത്ത് പലരുടെയും ജയം അട്ടിമറിച്ച ഒരു പ്രധാനപ്പെട്ട പാർട്ടി ഇത്തവണ NDAയിലേക്ക് എത്തുന്നു. NDAയിലേക്ക് എത്തുമ്പോൾ 2020യുടെ ശക്തി കൂടും. NDAയും BJPയും 2020യും ചേർന്ന് ശക്തി കൂടുമോ അതോ ശക്തി കുറയുമോ എന്നുള്ളൊക്കെ വലിയ സംവാദങ്ങളൊക്കെ ഇപ്പോഴും നടക്കുകയാണ്. ഈ കുന്നത്താട് തൃപ്പൂണിത്തുറയുമാണ് അവർ രണ്ടുപേർ കടുത്ത മത്സരം നടന്ന് ഒരു വിദൂരമായ രീതിയിലെങ്കിലും ഒരു വിജയ സാധ്യത കാണുന്നത്. ഇതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും മണ്ഡലത്തിൽ ഈ കുന്നത്താടിനും തൃപ്പൂണിത്തുറയ്ക്കും അപ്പുറം മറ്റേതെങ്കിലും മണ്ഡലത്തിൽ അല്ലെങ്കിൽ ഇവിടെ രണ്ടാം സ്ഥാനത്തേക്കെങ്കിലും അവർ എത്താൻ സാധ്യതയുണ്ടോ? അതിനപ്പുറം മറ്റേതെങ്കിലും മണ്ഡലങ്ങൾ NDAയിൽ പ്രതീക്ഷ കാണുന്നുണ്ടോ?
കിരൺ, അങ്ങനെ ഒരു രണ്ടാം സ്ഥാനത്തേക്ക് എത്തുന്ന രീതിയിലേക്കുള്ള ഒരു ശക്തമായ ഒരു പ്രകടനം ഈ രണ്ടിടങ്ങളിലും മത്സരം മികവുറ്റതാണെങ്കിൽ കൂടിയും രണ്ടാം സ്ഥാനത്തേക്ക് എത്താൻ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം കഴിഞ്ഞ തവണ കുന്നത്തുനാട് ശക്തമായ ഒരു മത്സരം കാഴ്ചവെച്ചെങ്കിലും ആ രീതിയിലേക്ക് ഒരു ഫിനിഷ് ചെയ്യാനായിട്ട് 2020 കഴിഞ്ഞിട്ടില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.